തനന്താനെ തന്താനെ ആരു. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ അതെ, ഇന്ന് മഴ, ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ വാതിക്കയിലിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കുറച്ചുകൂടി ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ കുറെ പേര് നമ്മളോട് കമന്റിലൂടെ വന്ന് അമ്മച്ചി അവിടെ പോയി, അമ്മച്ചിയുടെ അടുത്ത് നിങ്ങൾ പോണില്ല, അമ്മച്ചി നിങ്ങളുടെ അടുത്ത് വരില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശല്യമാണ് എനിക്ക് കമന്റിൽ. ഇന്നലെ ഒരു കമന്റ് ഇട്ടിട്ട് എനിക്ക് ചിരിച്ച് പണ്ടാറടി. അതാണ് ഞാൻ ഇങ്ങനെ വന്നേട്ടാ. ഇന്നലെ പറഞ്ഞ ചേട്ടൻ ചോദിക്കുന്നത് എപ്പോഴും എല്ലാ വീഡിയോക്കും സ്ഥിരം കമന്റ് ഇടുന്ന ഒരാളുണ്ട്. ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, അതെ നിങ്ങളുടെ അമ്മച്ചിന്റെ അതായത് അമ്മച്ചിന്റെ പുളിയായിട്ട് ഫ്ലൈറ്റ് കയറി പോയോ അമ്മച്ചി? അപ്പൊ പോയിട്ടില്ല. എങ്ങനെ ചോദിച്ചാക്കാൻ വേണ്ടി അപ്പൊ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു അമ്മച്ചി എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഇടുന്ന പറഞ്ഞ് തിരിച്ച് ഞാൻ കമന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആളോടെ പണിയായിരുന്നു പുള്ളിയുടെ പണിയായിരുന്നു. അപ്പൊ പുള്ളിയുടെ പണി എന്ന് വെച്ചാൽ വിറകുകൊണ്ടായാലും ആകെ വിഷമിച്ചു ഞാനിപ്പോ. വിറകൊക്കെ കുറവായതുകൊണ്ടേ നമുക്കിത് ചൂടാക്കി എടുക്കണമല്ലോ. അതെ. അപ്പൊ അങ്ങനെ അമ്മച്ചി കഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളിയുടെ പണിയൊക്കെ ലാസ്റ്റത്തെ വേണ്ടെന്ന് വെച്ചതാണ്. അതെ, ലാസ്റ്റത്തെ പുള്ളി വെറുതെ വീണ് പോയി, കുറച്ച് വേണ്ടെന്ന് വെച്ച് വിറകും തീർന്ന് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് പിന്നെ അതെ ബുദ്ധിമുട്ടി അങ്ങനെ ചെയ്തോണ്ടും പിന്നെ വേണ്ടെന്ന് വെച്ച് പുള്ളി ഇരുന്ന് കൊണ്ടല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നിന്നുകൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അതെ, അമ്മച്ചി അവിടെ തന്നെ ഇരുന്ന് വീശി കൊടുത്ത് പിന്നെ ഒരു അടപ്പ് കൊണ്ടുവന്ന് കൊടുത്ത ഗ്യാസ് അടപ്പ്, അതില് ഗ്യാസും കിട്ടാൻ വഴിയില്ലാതായി പോയി. പിന്നെ ഇങ്ങനെ ഒരു ഗ്യാസ് കിട്ടി, അതുകൊണ്ടൊക്കെ അതെ ഒരുമാതിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മതിയാക്കി. എന്താണ് കഴിഞ്ഞ തിങ്കളാഴ്ച ശനിയാഴ്ച അടപ്പിനോട് പറഞ്ഞു ഗുഡ് ബൈ. ഞങ്ങളെ വിളിച്ചറിയിച്ചത് ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. വൈകുന്നേരം കൊല്ലം കാണാന്ന് പറഞ്ഞു ഞാൻ പോന്നു. വൈകുന്നേരം വിളിച്ചിട്ട് വിളിച്ചത് അതെ ഇന്നത്തോടെ എല്ലാം തീർന്നു, ഞാൻ അടപ്പിനോട് ബൈ പറഞ്ഞു, അടുത്തോടെ നമുക്ക് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പഴേ അമ്മച്ചി ഇപ്പം വിറക് കാര്യങ്ങളൊക്കെ കൂട്ടി തുടങ്ങിയിട്ടെ അടുത്ത കൊല്ലത്തേക്കുള്ളത്. ഇപ്പൊ ഈ പ്രാവശ്യം വരെ ചെറിയൊരു അബദ്ധം പറ്റി അല്ലെ? അതുകൊണ്ട് ഇനി അന്ന് കണ്ടായിരുന്നല്ലോ നിങ്ങള് നമ്മുടെ ഇവിടെ നിന്നും കഴിഞ്ഞോളം പുളി ഉണ്ടായതാണ്. ഈ പ്രാവശ്യം കുറവായിരിക്കും എന്നാണ് ഓർത്തത്. അതെ, പക്ഷേ ഈ പ്രാവശ്യം ഇരട്ടിയായിരുന്നു അല്ലെ? പ്രാവശ്യം അതിന്റെ ഇരട്ടിയായി പോയി, കൊമ്പ് വരെ ഒടിഞ്ഞു വീണു വെയിറ്റ് കൊണ്ട്. അപ്പൊ പുളിയുടെ കാര്യങ്ങളൊക്കെ ഇനി പുറകെ വരെ. ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും പുളി ഉണ്ടായിട്ടുണ്ടെന്ന് ഈ വീഡിയോയിൽ പല വീഡിയോകളിലും ഞാൻ കണ്ടു. പുളി ഭയങ്കര പുളി പല സ്ഥലത്തും പല സ്ഥലത്ത് വീണ്. ഫേസ്ബുക്ക് യൂട്യൂബ് അല്ല ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴേ പല സ്ഥലത്തും വീണ് ഫേസ്ബുക്കും എല്ലാം കണ്ടിട്ട് വിശ്വസിക്കരുത്. ചിലത് കാണിച്ചതല്ലേ ഇവിടെ കൊച്ചിന്റെ അമ്മ. അത് ഏത് കൊല്ലത്തേന്ന് പറയാനൊന്നും പറ്റൂല. അല്ലേ അവര് ഈ കൊല്ലത്തെ പഴയ വീഡിയോ പിന്നെ ഞങ്ങൾക്ക് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. എന്താണ് പാലപ്പം. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഒരു 7:30 കഴിയുമ്പോൾ ഒരാൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ചേട്ടൻ വന്നു. ചേട്ടൻ ചെറിയൊരു പയ്യനാ. അപ്പൊ പുള്ളിക്കാരത്ത് അപ്പം വാങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കറിയോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുത്തിട്ട് എനിക്ക് കഴിക്കാം. ഞങ്ങള് മീൻകറി വെക്കാനായിട്ട് അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അമ്മച്ചി ഇവിടെ ഇരുന്ന് അല്ലെ അമ്മച്ചി ഇവിടെ ഇരുന്നുണ്ടോ അല്ലെന്ന് നിങ്ങൾ പറഞ്ഞത് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചാറ് റെഡിയാൻ വെച്ചിട്ടുണ്ട്. മീൻ്റെ കഴുകി എല്ലാം നല്ല മുട്ടച്ചാള അല്ല അമ്മച്ചി? നോക്കി കേട്ടാ, നല്ല അടിപൊളി മുട്ടച്ചാള. അമ്മച്ചി പറയുന്നത് അവിടെ മുട്ടച്ചാള മുട്ടച്ചാളല്ല വന്നിട്ടില്ലെന്നല്ലേ, വലിയ ആളെ വന്നിട്ടില്ലെന്ന് അമ്മച്ചി പറയണം. അപ്പം ഏതായാലും വലിയ ചാള ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്നലെ ചെമ്മീനായിരുന്നു, കുഞ്ഞി ചെമ്മീൻ. എന്നോട് ചോദിക്കുന്ന അമ്മച്ചി ഇത് എങ്ങനെ കിള്ളി എടുക്കണം? കിള്ളാൻ പണിയാ. ഞാനത് കിള്ളി എടുത്ത് സ്പീഡുമില്ല എനിക്ക് കുറച്ച് ചെറിയ ചെമ്മീനാണെങ്കിലും അതെ അത് ഞാൻ കുഞ്ഞെന്ന് വെച്ചാൽ നുണുക്കൻ അത് കിള്ളിയെടുത്തി. അപ്പൊ ഇനി കുറച്ചുകൂടി ബാക്കി ഇരിപ്പുണ്ട്, അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് അമ്മച്ചി പോണക്കാലം സാവകാശം ഞാൻ കിള്ളി നമുക്കൊരു ദിവസം കൂടി വെക്കാമല്ലോ അമ്മച്ചി. പച്ചക്കറി എന്തെങ്കിലും അച്ചിങ്ങ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. പച്ചക്കറിയിൽ ഇടാൻ നല്ലതാണ്. അങ്ങനത്തെ ചെമ്മീനാ നല്ലത്. വലുതെടുത്താൽ പച്ചക്കറിയിൽ മുഴുത്ത് ഇങ്ങനെ കിടക്കുകയും ചെയ്യും, ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ ചെമ്മീൻ തന്നെ വേണം പച്ചക്കറിയിൽ. അച്ചിങ്ങ മറ്റേ ബീൻസ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ചെറിയ മീനിന്റെ ടേസ്റ്റ്. അതെ, പിന്നെ ഇച്ചായത് പുറത്തോട്ട് പോയേക്കണേന്ന് ചിക്കനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോയേക്കണേന്ന്. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കാണിച്ചു ഞങ്ങളപ്പോഴത്തേക്ക് കറി. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി അല്ലേ? കറണ്ട് പോയി. ഞങ്ങൾ തേങ്ങ അരക്കാൻ മിക്സിയിൽ കറണ്ട് മീൻ വെട്ടി തേച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കറണ്ടും വന്നു. കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നതുകൊണ്ട് ഒതുങ്ങി. ഇനി ഞങ്ങൾക്ക് കുറച്ച് നേരം ഇന്ന് TV കാണണം അല്ലേ? കുറച്ച് അതെ അമ്മച്ചി കുറക്കം വന്നിടുന്നത് കഷ്ടപ്പെട്ട്. അതുകൊണ്ട് റെസ്റ്റ് എടുക്കണേണ് അവിടെ നിന്ന് കസേരയെല്ലാം കണ്ട് ഇട്ടേക്കണേ. പപ്പ കാല് പിടിച്ച് നീട്ടി നിവർത്തി തന്നു പ്രാവശ്യം. കാല് നിവരണ്ടായില്ല.
ഇത്രയും ഇതും വരട്ടി ഇരുന്നിരുന്നിരുന്നിരുന്ന് ശരിക്കും വയ്യാതെ പോവുക. ഒന്നാമത് അമ്മച്ചിക്ക് ഇരുന്നും ഇങ്ങനെ നടക്കാനും ബുദ്ധിമുട്ടുണ്ട്. ചെയ്യുള്ളൂ. പക്ഷെ കേട്ടില്ല, കാലിലൊക്കെ നീരായിട്ട് അമ്മച്ചിയുടെ കാലിലും കയ്യിലും നീരുണ്ട്. കയ്യുടെ ഇവിടെ കണ്ട ഇവിടെയൊക്കെ നീരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ വന്നാണ് എന്റെ ദൈവം എന്റെ മക്കളുടെ അടുത്ത്. കുറച്ച് റെസ്റ്റ്. പപ്പ തന്നെ കണ്ടിട്ട് കഴിഞ്ഞു. ഒരിക്കലും പറയൂല പപ്പ, ശരി നീ പോയി 2 ദിവസം അവിടെ പോയി നിന്നിട്ട് പോയി, എന്റെ കാര്യം നീ നോക്കണ്ട, അവളെല്ലാം അടുപ്പിച്ച് നിനക്ക് തരും, നീ 2 ദിവസം പോയി അവിടെ നിൽക്കുന്ന പറയും. പപ്പ തന്നെ കൊണ്ടുവന്ന് എന്നെ ഇവിടെ ആക്കിയിട്ട് പപ്പ കാലത്ത് പോയി. ഞാൻ ഇനി ശനിയാഴ്ച പോകും. അതെ, ഇനി ശനിയാഴ്ച പോകുള്ളൂ. പിന്നെ ശനിയാഴ്ച പോയി എനിക്ക് പള്ളിയിലും കാര്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അത് കാരണം ശനിയാഴ്ച പോകാൻ തീരുമാനിച്ചു. അപ്പം അമ്മച്ചി അങ്ങനെ ശനിയാഴ്ച പോകുള്ളൂ. അതുവരെ അമ്മച്ചി ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇടയ്ക്ക് കാണാം നമുക്ക്. ഇച്ചായി വന്ന് ഇച്ചായി കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ് ചെയ് ബൂസ്റ്റൊക്കെ ബൂസ്റ്റ് സോഡ ഞാൻ കൈ പിടിച്ചേക്കുന്നത് കേട്ടോ. ബൂസ്റ്റ് സോഡയും അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ. അമ്മച്ചി എന്താണ് അമ്മച്ചിക്ക് എന്ത് പറയാറുണ്ടെന്ന് പറഞ്ഞ് കർക്കിടകത്തിലെ മരുന്ന് കഴിഞ്ഞ് അതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് എത്തിയേക്കണത്. അതെ ചികിത്സയൊക്കെ നടത്തിയാൽ പോകാം. അപ്പൊ നീരും ജീരകമൊക്കെ കുറച്ച് കുറയുമെന്ന് നോക്കാം. അതെ, പൊട്ടിയ അതെ ചെരുപ്പ് പൊട്ടിപ്പോയടാ അമ്മച്ചിടാ. അയ്യോടാ, ഇതറിഞ്ഞില്ല. വണ്ടിയിൽ വന്നിട്ട് അറിഞ്ഞില്ലല്ലേ, വണ്ടി നടക്കണില്ലല്ലോ. വണ്ടിയിലിരുന്ന് പോന്ന് മേടിക്കണേ. മറ്റേ അവിടെ പോയി വാങ്ങാം നമുക്ക്. നമ്മുടെ എവിടെയാണ് ടാബ്ലോയിൽ പോയി വാങ്ങാം. അധികം ഇട്ടിട്ടും കൂടി ഇല്ല, പുതിയത് മേടിച്ചാണ്. മറ്റേത് കൂടി പോണ കാരണേ ഇത് ബുക്കായിട്ട് പഠിക്കുന്ന ബാറ്റയുടെ ചെരുപ്പാണ്. പ്രത്യേകത ബാറ്റയുടെ മേടിക്കാൻ നോക്കണ കാലിന് വയ്യാത്താണെന്ന് കടക്കാരനോട് പറഞ്ഞിട്ട് മേടിച്ചത്. ഇത്ര പെട്ടെന്ന് തീരുമാനമായില്ലേ? തീരുമാനമായി. അധികം ഇട്ടിട്ടും കൂടി ഇല്ല. അത് കുഴപ്പമില്ല, അത് പോട്ടെ, വേറെ മേടിക്കാം. ചമ്മച്ചിക്ക് ഇങ്ങനത്തെ കാലിലിട്ടില്ലെങ്കിൽ, ഇങ്ങനത്തെ ചെരുപ്പിട്ടില്ലെങ്കിൽ വള്ളിച്ചെരുപ്പ് ഊരിപ്പോരും. മറ്റേ അയ്യപ്പനും കോശി പോലെ പോകും. അയ്യപ്പനും കോശി ശരിയാ. നടക്കുമ്പോ ഒരു ചെരുപ്പ് അവിടെ, മറ്റേ ചെരുപ്പ് അപ്പുറത്തും. സീരിയല് കാണാറുണ്ട്. സീരിയലൊക്കെ സമയം വൈകിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോ അമ്മച്ചിക്ക് അവിടെ എന്ന് പറയുമ്പോൾ അമ്മച്ചി കുറെ കാര്യങ്ങൾ ചിട്ടയോടെ കാര്യങ്ങളെല്ലാം പോകണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ മുടങ്ങിക്കണല്ലോ. ഇവിടെ എനിക്ക് വേണ്ടിട്ടേ ഇച്ചിരി വെള്ളം കൊടുക്കണേനും അമ്മച്ചി റെസ്റ്റിൽ വന്നേക്കുന്നത് വെള്ളം അമ്മച്ചിക്ക് വൈകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുളിയൊക്കെ ഉണക്കി ആള് ഇരുന്നും കാലിൽ അതിലൊക്കെ നീര്. അപ്പൊ എന്നാലും അവിടെ ഒരു സീരിയലാണ്. അതേപോലെ കുറച്ച് ഇച്ചിരി സോഡ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് സോഡ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ അമ്മച്ചിക്ക് ഇത്തിരി സോഡ വെള്ളം കൊണ്ടേ കൊടുക്കണം. അത് സോഡ വെള്ളം പോലെ കഴിച്ചു കൊടുക്കുന്നുണ്ട്. കുടിക്കട്ടെ, അമ്മച്ചി റെസ്റ്റ് എടുക്കട്ടെ. കുറച്ചെരി കുടിക്കണം. കുറച്ചെനിക്ക് പകുതിയാണ്. ഞങ്ങൾ പണിയെടുത്ത് ക്ഷീണിച്ചു. ഞാൻ പണിയെടുത്ത് ക്ഷീണിച്ചു. അമ്മച്ചി പണി വീട്ടിൽ നിന്ന് എടുത്ത് വന്ന് ക്ഷീണിച്ചു. അപ്പൊ അമ്മച്ചിക്ക് എന്തായാലും കുറച്ച് വെള്ളം കൂടി കൊടുക്കട്ടെ കേട്ടോ. അമ്മച്ചിന് ചിരി നോക്കി കുടിച്ചു നോക്കി. ഇച്ചിരി ഉപ്പുകളാവും. കുറച്ച് ഉപ്പ് കൂടി പോയി. ഇച്ചിരി വെള്ളം ഇച്ചിരി സോഡ കലക്കാം. 2 കൂടി കുടിക്കാം. ഇപ്പൊ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇച്ചിരി ഉപ്പ് കൂടി പോയി. എന്നാലും ആദ്യം ഗ്ലാസ്സിൽ, പിന്നെ ഒരു കുട്ടലത്തില് ഇങ്ങനെ ദൈവമേ. വൈകുന്നേരമായിട്ട് ഞങ്ങൾ ചായ കുടിക്കണേ. എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കണില്ല. വയറ് നിറഞ്ഞ് ഞങ്ങൾ നല്ലപോലെ കരണ്ട് പോയൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് ഷോ വീഡിയോ വൈകിട്ട് ചെയ്യണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കരണ്ട് വന്നു. അപ്പൊ അമ്മച്ചി പപ്സും കട്ട്ലൈറ്റൊക്കെ അടിച്ചിരിക്കുന്നതാണ്. പിന്നെ അമ്മച്ചി കഴിക്കാത്തൊരു സാധനം അമ്മച്ചിക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്, ഡൈനാമിക് മോമോസ്. അപ്പൊ അത് വാങ്ങിക്കൊടുത്ത് അമ്മച്ചി എങ്ങനെയുണ്ട് ഒരെണ്ണം കഴിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് മുറിക്കും, കോരി കൊടുക്കും. എന്നാ കഴിച്ചോ എന്നിട്ട് അതിനമോസ് അടിക്കും. പുഴുമുണ്ടേ പുഴുമുണ്ടന്റെ ഡൈനാമിക്സ് ആക്കിപ്പ എന്തെല്ലാം പേരുകളാണ് നടത്താറ്. അതൊക്കെ അങ്ങനെയാണ്. പല പല പേരിട്ടാലുള്ള ഫുഡ് ആൾക്കാർ മേടിക്കോളൂ. കാര്യം നിങ്ങളെ പറ്റിച്ച് മേടിക്കാൻ അവര് ഡൈനാമിക്സ് തുടങ്ങി. ഒരു പണ്ടത്തെ പുഴുമുണ്ടയും സോസ് വെച്ചേക്കണല്ലേ? അത്രേ ഒന്നുമില്ല. സോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ്. ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പൊ അമ്മച്ചി എന്തായാലും എപ്പോഴും വീട്ടിൽ പഴംപൊരി, പിന്നെന്താണ് ഉണ്ടംപൊരി, സ്ഥിരം ഉണ്ടംപൊരി, നെയ്യപ്പം അങ്ങനെയൊക്കെ
എണ്ണ പലഹാരങ്ങളാണ് എപ്പോഴും കൂടുതൽ. അപ്പൊ എന്തായാലും അതെ ഇപ്പൊ വീട്ടില് അമ്മച്ചി പിടി അട അതൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പൊ എന്തായാലും ബേക്കറിയിൽ നിന്ന് നമ്മള് അമ്മച്ചിക്ക് ഇവിടെ വരുമ്പോഴാണ് മിക്കപ്പോഴും അമ്മച്ചി പഫ്സ് KFC ചിക്കൻ അല്ലേ പക്ഷെ പപ്പ വാങ്ങിക്കൊടുക്കോട്ടെ KFC ചിക്കനൊക്കെ. പിന്നെ രണ്ടും കൂടി ബൈക്കിനൊക്കെ പോയി മേടിച്ചു പോയി വാങ്ങും അല്ലേ. പിന്നെ രണ്ടേരും കൂടി പ്രാവശ്യം വാങ്ങും അല്ലേ പപ്പ വാങ്ങിക്കൊടുക്കും. പപ്പ മേടിക്കാൻ അറിയില്ല മേടിക്കാനല്ല, അതായത് നമ്മളൊരു ഓഫർ ഇങ്ങനെ ഇത്ര പീസ് ഇത്ര ഇത് പപ്പയ്ക്ക് അങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ ചിലപ്പോ അല്ലേ അപ്പൊ അവര് അറിയില്ലല്ലോ, അവര് കണക്കൊന്നും വിളിച്ച് അങ്ങനെ പോയതാണ്. അങ്ങനെയാണ് ഞങ്ങള് കളമശ്ശേരി ചെന്നിട്ടും ചിക്കൻ തിന്നത്. അതോടെ KFCയുടെ അഡിക്റ്റ് ആയി പോയി. ഇന്ന് വേറൊരു സാധനം പറഞ്ഞല്ലോടാ വിറ്റ പറ്റി ചോക്കോഫാറ എന്താ വെച്ച് ചോക്കോബാറിന്റെ വീഡിയോ കേട്ടോ. പോളി സാധനം പോളി ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടോ വെച്ച് അല്ല ചോക്കോബാറിന് എന്താ ഞങ്ങളുടെ ഇംഗ്ലീഷ് വേറെ നിങ്ങളുടെ ഇംഗ്ലീഷ് വേറെ മനസ്സിലായോ? അതല്ലേ പറയണേ ഇംഗ്ലീഷ് ഇസ് എ ഫണ്ണി ലാംഗ്വേജ്. എഴുതുന്ന ഒന്ന് വായിക്കുന്ന മറ്റൊന്ന്. എന്തെന്നാ വെച്ച് പറഞ്ഞ ഞാനപ്പോ ജോക്കി വേറെ പിച്ചായിക്ക് മനസ്സിലായി. അമ്മച്ചിയുടെ ഭാഷ പിച്ചായിക്ക് മനസ്സിലാവുമല്ലോ. എനിക്കിത് കിട്ടിയില്ല. എന്താ പിച്ചായിനോട് നിനക്ക് മനസ്സിലായി എന്ത് സാധനം ചോദിച്ചു. അപ്പൊ ഇല്ല ചോക്കവാറി പറഞ്ഞത് ജോക്കി ഫോൺ പുതിയ ട്രെൻഡിങ് ഇറക്കിയിട്ടുണ്ട് അമ്മച്ചി. അപ്പൊ ഞങ്ങള് ന്യൂ ജനറേഷൻ, ഞങ്ങൾ ഓൾഡ് ജനറേഷൻ. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇത്രയും ഞങ്ങൾ അമ്മച്ചിയായിട്ട് അപ്പൊ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യണം. പിന്നെ അമ്മച്ചിക്ക് ചെറിയൊരു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നമ്മള് തിരിച്ചു വരും അല്ലേ. ഇതിനൊക്കെ പേരൊക്കെ തരണം ചെയ്ത് കൊടുക്കും. ഇതിനാണ് ഈ ന്യൂസ്. അതെ